ഹായ് ഓൾ. കേരള എഞ്ചിനീയറിംഗ് 2026. കേരളത്തിൻ്റെ പ്രൊഫഷണൽ മേഖലയിൽ, ഗവൺമെൻറ് മേഖലയിൽ 12 എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിൽ ഏറ്റവും മികച്ച പ്രോഗ്രാമുകൾ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ 9,000 രൂപയ്ക്ക് ഒരു വർഷത്തെ ഫീസിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് പഠിച്ചിറങ്ങാൻ സാധിക്കുന്ന കേരള എഞ്ചിനീയറിംഗ്. അർദ്ധ സർക്കാർ മേഖലയിൽ ഗവൺമെൻറ് ഫീസും മാനേജ്മെൻറ്റ് ഫീസും, എന്നാലും ഏതൊരു കുടുംബത്തിനും കയ്യിൽ ഒതുങ്ങുന്ന തരത്തിൽ ഏതാണ്ട് 25-ലധികം കോളേജുകൾ, സ്വകാര്യ മേഖലയിൽ 110ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ. കേരളത്തിൻ്റെ പ്രൊഫഷണൽ മേഖലയിൽ ഏറ്റവും സമ്പന്നമായ കോഴ്സുകളും കോളേജുകളും കൊണ്ടൊക്കെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ആശ്വാസകരം തന്നെയാണ്. എന്നിരുന്നാലും കാലഘട്ടം 2026. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരു പുനർവിചിന്തനത്തിന് സമയമായിട്ടുണ്ടോ സാർ? ജോബി സെബാസ്റ്റ്യൻ സാറാണ് നമ്മളോടൊപ്പം. സാർ, 2026 കാലഘട്ടം ഒരുപക്ഷെ നമ്മൾ പണ്ട് തൊട്ട് കേട്ടു തുടങ്ങുന്ന കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും മെക്കാനിക്കലിൻ്റെയും ഒക്കെ ഒരു യുഗം അവസാനിക്കുകയാണോ? അതോ കേരളത്തിലെ എഞ്ചിനീയറിങ്ങിന് സാധ്യതയില്ല എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു എഞ്ചിനീയർമാരെ തട്ടി നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് അത്ര പ്രാധാന്യമില്ല, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ? കാരണം ഇത്രയധികം മേഖലകൾ ഇപ്പോൾ നോക്കുമ്പോഴും മാനേജ്മെൻറ്റ് തലത്തിൽ പോലും ഈ വർഷം എല്ലാ സീറ്റുകളും തന്നെ ഫില്ലായിരിക്കുന്നൊരു കാലഘട്ടം. എന്താണ് കേരള എഞ്ചിനീയറിംഗ്? നമ്മൾ 2026 എന്ന് പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 2030-നെയാണ്. നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് മുതലേ കേൾക്കുന്നുണ്ട് 2030 ഒരുപാട് മാറ്റങ്ങൾ തൊഴിൽ മേഖലയിൽ. ഇപ്പോൾ AI വരവോടുകൂടി ഒരുപാട് തൊഴിലുകൾ ഇല്ലാതാകും, പുതുതായിട്ട് ചില തൊഴിലുകൾ ഉണ്ടാകും, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വെക്കണം. AI നമുക്ക് ഇപ്പോൾ എന്തുമാത്രം ആയിട്ടുണ്ട്, ഏതൊക്കെ മേഖലകളിൽ AI ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം ജോബുകൾ ഇപ്പോൾ കമ്പനികളിലെ AI, അത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ ഇൻഫോസിസും TCSും ഒക്കെയാണ് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം, അല്ലെങ്കിൽ വിപ്രോയോ അല്ലെങ്കിൽ USTO അങ്ങനെയുള്ളവരൊക്കെയാണ്, കോഗ്നിസൻ്റൊക്കെ ആകാം, ഏറ്റവും കൂടുതൽ ജോബുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അത് വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആമസോണും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, മെറ്റ പോലെയുള്ള കമ്പനികൾ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്തുമാത്രം ജോബുകൾ അല്ലെങ്കിൽ ഏതൊക്കെ റോളുകളാണ് ഇപ്പോൾ നിലവിൽ AI കൊണ്ടുപോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലാണ് ആളുകളുടെ എണ്ണം കുറച്ചിരിക്കുന്നത്. അപ്പോൾ ചിലയിടത്ത് 5 പേര് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ 2 പേരെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ തന്നെ AI യൂസ് ചെയ്യുക എന്നുള്ളതാണ്. തന്നെയല്ല, നമുക്ക് AI മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AI നമ്മളിപ്പോൾ വൈപ്പ് കോഡിങ്ങിൻ്റെ ഒരു കാലമാണ്. പക്ഷേ ഈ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അജൻറ്റിക് AI ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയേക്കാളും. അതെ, ഒരു പക്ഷേ അപ്പോൾ നമ്മളിപ്പോഴും നമ്മുടെ ChatGPTയും ജെമിനിയൊക്കെ ഇപ്പോഴൊരു നാരോ ഇൻ്റലിജൻസ് മേഖലയിൽ തന്നെ നിൽക്കുന്നത്. അതിൽ എന്താണെങ്കിലും ഒരു ജനറൽ ഇൻ്റലിജൻസിലേക്ക് തന്നെ അത് എത്തുമെന്നുള്ള ഉറപ്പിക്കാം. ഒരു സൂപ്പർ ഇൻ്റലിജൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അത്രയൊന്നും സ്പീഡിൽ മാറാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു തുടക്കമൊക്കെ ആവും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പം സ്പീഡിലാണ്, എല്ലാത്തിനും വേഗത വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സെക്ടറിലൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ 5G 6G അതൊക്കെ കടന്ന് ഇപ്പോൾ ഒരുപക്ഷെ ലൈറ്റ് ആയിരിക്കും, ഫോട്ടോണിക് ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ബേസായിട്ട് വരാവുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ 2030-നെ പ്ലാൻ ചെയ്യാനായിട്ട്. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ കൺവെൻഷനലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങൾക്ക് നമ്മൾ മാറ്റങ്ങൾ വരും. നമ്മുടെ അപ്രോച്ച് മാറണം. അതായത് നമ്മളൊരു പ്രോഗ്രാം പഠിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡൊമൈൻ നോളജ് മാത്രമാണ് നമ്മൾ കുട്ടികൾ ആർജിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മൾട്ടി ഡൊമൈൻ നോളജുകൾ ആവശ്യമായിട്ട് വരും. അത് മെക്കാനിക്കലിനോ ഇലക്ട്രിക്കലിനോ സിവിലെന്നോ വ്യത്യാസമല്ല, എല്ലാ മേഖലയിലും ഉള്ള ഒരു അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അധികം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് സ്കില്ലുള്ള മേഖലയിൽ AI അപ്ലൈ ചെയ്യാനും പഠിക്കുക എന്നുള്ളതാണ്. അതായത് പരമ്പരാഗതമായ കോഴ്സുകൾ അവിടെ നിലനിൽക്കെ തന്നെ അതിൽ AI എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എപ്പോൾ എവിടെ എങ്ങനെ AI അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്, അത് പഠിക്കുക എന്നുള്ളതാണ്. അത് അവിടെ ഇപ്പോൾ ഈ 4 വർഷം പഠിക്കുമ്പോൾ നമുക്കറിയാം അക്കാഡമിയും ഇൻഡസ്ട്രിയും തമ്മിൽ ഒരുപാട് വലിയൊരു ഗ്യാപ്പുണ്ട്. അത് നമുക്കറിയാം, ഫണ്ടിൻ്റെ ഒരു ഗ്യാപ്പ്. ഇൻഡസ്ട്രി എപ്പോഴും പ്രോഫിറ്റിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. അക്കാഡമിയിൽ അത് നടക്കില്ല. അത്രയും പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെൻറ് സെക്ടറിലൊന്നും അത്രയും പോസിബിൾ അല്ല. അങ്ങനെ വരുമ്പോൾ ഈ ഒരു 4 വർഷം പഠിക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എമർജിങ് ആയിട്ട് വരുന്ന ടെക്നോളജി ചേഞ്ചസ്
അത് ലേൺ ചെയ്യുക എന്നുള്ളതാണ് ഈ 4 വർഷം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വലിയൊരു മാറ്റം കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളും ഇവിടുത്തെ സിലബസുകളും കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ പഠിച്ചാൽ ആ മാറ്റത്തിനൊപ്പം ഈ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാണ്ട് മാറാൻ പറ്റുമോ? അതിന് ഒന്നാമതായിട്ട് കുട്ടികൾ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ ലേൺ ചെയ്യുക എന്നുള്ളതാണ്. ശരി 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 ശരി. എങ്ങനെ പഠിക്കാം എന്ന് പഠിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ഇനി ശ്രദ്ധിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കഴിവുകൾ അത് തന്നെയാണ് സാർ പറഞ്ഞു വെച്ചത്. കാരണം നമുക്ക് ഇതല്ലാതെ തന്നെ പഠിക്കാനുള്ള ധാരാളം മേഖലകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. കാരണം സബ്ജക്റ്റിൽ നിന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ AI എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടും കൂടിയുണ്ട്. ബാക്കിയുള്ള സബ്ജക്റ്റും കൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ കോളേജുകളും അതിനനുസരിച്ച് അവരുടെ അപ്രോച്ചിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇന്നൊവേഷൻ സെൻറ്റർ, ഇൻക്യുബേഷൻ സെൻറ്റേഴ്സൊക്കെ പല കോളേജുകളും ആരംഭിച്ചത് നല്ല രീതിയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഈവൻ ഓട്ടോണമസ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഒരുപാട് പ്രോഗ്രാമുകൾ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളുകളെ കോളേജുകളിലൊക്കെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കുട്ടികൾക്ക് ടൈമിലി ഇൻറ്റേൺഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ഹാക്കത്തോൺസ് ഒക്കെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വർക്ക്ഷോപ്പുകൾ ഒക്കെ ഉണ്ട്. ഉണ്ട്. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് നേരത്തെ തന്നെ ട്രെയിനിങ് തുടങ്ങുന്നുണ്ട് പല കോളേജുകളും. കാരണം അങ്ങനെ അല്ല എങ്കിലേ കുട്ടികൾക്ക് നമുക്കറിയാം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിലിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല, അവർ പഠിച്ചത് എന്താണോ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മേഖലയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഒരു അറിവുണ്ടാക്കുക. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കേഷൻസ്, ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അത് ഏതൊക്കെ മേഖലയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡൊമൈൻ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഡൊമൈൻ മേഖലയിൽ AI ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ സർട്ടിഫിക്കേഷൻസിന് വലിയ ഒരു പ്രാധാന്യം ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ കേരള എഞ്ചിനീയറിങ്ങിൻ്റെ ഞാൻ ഈ പറഞ്ഞ കോളേജുകളുടെയൊക്കെ കോഴ്സുകളും കോളേജുകളും ഒക്കെ പ്രിഫർ ചെയ്യേണ്ടത് ജൂൺ 30 മുതൽ ജൂലൈ 4 വരെയാണ്. നമുക്ക് 3 അലോട്ട്മെൻറ്റുകളാണ് സാധാരണ കേരള എഞ്ചിനീയറിംഗ് ഉൾപ്പെടുത്താറുള്ളത്. അതിന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ഒരവസരവുമാണ് തരുന്നത്. അതിനുശേഷമാണ് പിന്നീട് 4ാം ഘട്ടമൊക്കെ സാധാരണ കണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ പ്രോസ്പെക്ടസ്, അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ നാളെ വരുമ്പോഴേ അതിനെക്കുറിച്ച് കൃത്യമായൊരു വ്യക്തത വരികയുള്ളെങ്കിൽ പോലും ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കോളേജുകൾ, ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകളെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയാം. നമ്മളങ്ങനെയുള്ള ഒരു മാർജിനിലോട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും ടോപ്പായിട്ടുള്ളതിനെ നമുക്ക് ലാസ്റ്റ് റാങ്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. അപ്പം ആ കോളേജുകൾക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അവിടുത്തെ കോഴ്സുകൾക്കാണോ, അതോ ഈ 2030 മുന്നിൽ കണ്ട് പുതിയ തലത്തിലുള്ള പുതിയ ജനറേഷൻ കോഴ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ടോ? കോളേജുകൾക്കൊരു അമിത പ്രാധാന്യമുണ്ടോ? കോളേജുകൾക്ക് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. നമുക്ക് അത് തന്നെ ഒന്നാം സ്ഥാനം കൊടുക്കണം കോളേജിന്. കാരണം നമ്മൾ അതുപോലെ ബ്രാഞ്ചുകൾ, നമ്മൾ ഈ കോളേജുകൾ എടുക്കുമ്പോൾ എല്ലാ കോളേജുകളും തന്നെ കോർ ബ്രാഞ്ചുകൾ ഉണ്ടാവും. ശരി. നമുക്കിപ്പം കമ്പ്യൂട്ടർ സയൻസും അതിപ്പോൾ കോർ ബ്രാഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രിക്കൽ ഉണ്ടാവും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, പിന്നെ മെക്കാനിക്കൽ ഉണ്ടാവും, സിവിൽ ഉണ്ടാവും. ഇത്രയൊക്കെയാണ് നമ്മൾ സാധാരണ കോർ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർ ബ്രാഞ്ചിൽ ഉണ്ടാകുന്ന ഒരു അറിവ്, ഒരു നോളജ്, അല്ലെങ്കിൽ അതിനകത്തൊരു പർട്ടിക്കുലർ ഫീൽഡിൽ കിട്ടുന്ന ഒരു ഇൻഡെപ്ത് നോളജ് എന്ന് പറയുന്നത് പിന്നീട് അടുത്ത നെക്സ്റ്റ് ലെവലിൽ ഒരു പക്ഷേ ഒരു പ്ലേസ്മെൻറ്റിന് ശേഷമായിരിക്കും കുട്ടി വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക്, ഒന്നുകിൽ എഞ്ചിനീയറിംഗ് സെക്ടറിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലേക്ക് ആകാം, അല്ലെങ്കിൽ മറ്റു പല മേഖലകൾ. ഇപ്പോൾ എമർജ് ചെയ്യുന്ന ഒരുപാട് സെക്ടറുകളുണ്ട്, പ്രത്യേകിച്ച് എനർജി റിലേറ്റഡ് ആയിട്ടുള്ളത്. നമുക്കറിയാം ഡാറ്റാ സെൻറ്റേഴ്സൊക്കെ വരുമ്പോൾ എനർജിയുടെ ഡെഫിഷ്യൻസി വളരെ കൂടുതലാണ്. അപ്പോൾ ന്യൂക്ലിയർ പവറൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അദാനി ഗ്രൂപ്പൊക്കെ ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന മേഖലകൾ, അതുപോലെ തന്നെ ഈ ഡാറ്റാ സെൻറ്റർ വരുമ്പോൾ വാട്ടർ എഫിഷ്യൻസി മറ്റൊരു പ്രശ്നമാണ്. കൂളിങ്ങിന് ഒരുപാട് വെള്ളം ആവശ്യം വരും. അപ്പോൾ ആ ഒരു മേഖലയിൽ സസ്റ്റൈനബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മേഖലകൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളുമായി വരുന്ന മേഖലകൾ, എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന സെക്ടർ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വരുമ്പോൾ സെമി കണ്ടക്ടർ സെക്ടർ, ചിപ്പ് ഡിസൈനിങ്, അതുപോലെ ചിപ്പ് പാക്കേജിങ്, അപ്പോൾ ഇങ്ങനെയുള്ള സെക്ടറുകളിലൊക്കെ വലിയ സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് വേണം. അതുപോലെ തന്നെ നമ്മളെ മെക്കാനിക്കലിനെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ റോബോട്ടിക് ഓട്ടോമേഷൻ, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, അത് വളരെ സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ ഓട്ടോമേഷൻ ഇപ്പോഴത്തെ ഒരു മേഖലയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു AI ഡ്രിവൺ ആണ്, അതുപോലെ തന്നെ വിർച്വലാണ് എന്ന് പറയാം, ഡിജിറ്റൽ വേൾഡാണ്.
അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് ആണ്, റോബോട്ടിക് ആണ്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ലോകത്തിലാണ്. അപ്പം ഇതിനകത്ത് റോബോട്ടിക് എന്ന് പറയുമ്പോൾ അവിടെ മെക്കാനിക്കൽ വന്നു, അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളും നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നമുക്ക് മോസ്റ്റ് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടുത്തെ പിയർ ഗ്രൂപ്പ് വളരെ പ്രധാനമാണ്. നല്ല കോളേജ് ആകുമ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതിനപ്പുറം മറ്റൊന്നുമില്ല. അപ്പോൾ നല്ലൊരു പിയർ ഗ്രൂപ്പിനെ അവിടെ കിട്ടുന്നു, അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു, കുട്ടികൾക്ക് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഓൺട്രപ്രണേഴ്സ് ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ തൊഴിൽ വാങ്ങുക എന്നതിനപ്പുറം കുട്ടികളും ആഗ്രഹിക്കുന്നതാണ്. തൊഴിൽ കൊടുക്കുന്നവരായിട്ട് മാറുക, ഇന്നോവേറ്റീവായിട്ട് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ്. അതിനുള്ള അവസരങ്ങളും അവസ്ഥകളും നമുക്ക് ഇന്ന് കേരളത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ കോളേജിൽ നിന്നേ അത് കിട്ടുകയുള്ളൂ. ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലേക്ക് നമ്മൾ ചെന്നു എന്ന് വിചാരിച്ച് നമുക്ക് അത് കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമില്ല. പിന്നെ നമ്മൾ സർക്യൂട്ട് ബ്രാഞ്ചൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഒരു പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടി എന്നിരിക്കാം, അത് ഒക്കെ കിട്ടാം. പക്ഷേ അതിനുമപ്പുറം നമ്മൾ മുന്നോട്ട് നമ്മളൊരു 4 വർഷം കഴിഞ്ഞ് ഒരു പ്ലേസ്മെൻറ്റിന് അപ്പുറം നമുക്കൊരു കരിയർ ഗ്രോത്തിനൊക്കെ അതുപോലെ കരിയർ ഷിഫ്റ്റിങ്ങിനൊക്കെ എപ്പോഴും നല്ലൊരു കോളേജ് തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ്. ഓക്കെ സാർ, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഹയർ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്, പ്ലേസ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. സാർ ഇപ്പോൾ ഏതാണ്ട് 5ഓളം മദർ ഗ്രൂപ്പുകൾ പറഞ്ഞപ്പോൾ ഇതിൽ ഈ 2026 നിൽക്കുന്നു, 30ലോട്ട് നമ്മൾ നോക്കുന്നു, ഒരു പ്രാധാന്യം ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാമോ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എടുത്തു കഴിഞ്ഞാൽ അത് വിജയശതമാനം കുറയുമോ, അല്ലെങ്കിൽ ഇലക്ട്രിക്കലിലൊക്കെ കിടക്കാമോ, മെക്കാനിക്കലിലോട്ട് കിടക്കാമോ, ഈ ഒരു കോഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരിക്കണം ഒരു നമ്മളത് പറഞ്ഞു വെച്ചു എങ്കിൽ പോലും ഒരു വിജയശതമാനത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ അവനവന് പറ്റുന്ന ഒരു കോഴ്സാണോ, എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്, അതിൻ്റെ ഒരു സിലബസ് അതെങ്ങനെയായിരിക്കും ഒരു വിദ്യാർത്ഥിക്ക് തിരിച്ചറിയാൻ കഴിയുക? പൊതുവേ കമ്പ്യൂട്ടർ സയൻസ് ആണ് കുട്ടികൾ പഠിക്കാൻ എളുപ്പമായിട്ട് പറയുന്നത്. അത് മാത്തമാറ്റിക്സ് കുറവുള്ളത് കൊണ്ടാണോ? മാത്സ് കുറവുള്ളത് കൊണ്ട് തന്നെയല്ല, പ്രോബ്ലം സോൾവിങ് വരുന്നുണ്ട്. പക്ഷേ ആ സ്കില്ല് നല്ലപോലെ ഉള്ളവർക്ക് അതിനകത്ത് നമുക്ക് മുന്നോട്ട് സാധ്യതയുള്ളൂ. ഡേറ്റ സ്ട്രക്ചർ ആൽഗോരിതം ആണ് അതിനകത്ത് വേണ്ടി വരുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കില്ല് പ്രധാനപ്പെട്ടാണ്. അനലിറ്റിക്കൽ തിങ്കിങ്ങും വേണം, ക്രിയേറ്റിവിറ്റിയൊക്കെ വേണം. പക്ഷേ അത് പഠിച്ചെടുക്കാൻ ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, ട്രിപ്പിൾ ഇ പോലെയുള്ള ബ്രാഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിജയശതമാനം വളരെ കൂടുതലുണ്ട്. അത്രയും ഒരു കണ്ടന്റ് ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് വിജയിക്കാനൊക്കെ എളുപ്പമുണ്ട്. പിന്നെ നമ്മൾ പ്ലേസ്മെൻറ്റ് ഇപ്പോഴും നമുക്കറിയാം സോഫ്റ്റ്വെയർ സെക്ടറിൽ നിന്നുള്ളതാണ്, അതായത് സർവീസ് ബേസ്ഡ് കമ്പനികളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേസ്മെൻറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് ഈ CS കഴിയുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ പ്ലേസ്മെൻറ്റ് കിട്ടും. അത് തന്നെയല്ല, കോർ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന കുട്ടിക്ക് ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയാലും പലപ്പോഴും ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു പാക്കേജ് ഈ CS പഠിച്ച കുട്ടിയുടെ പാക്കേജിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ പറയുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പാക്കേജൊക്കെ കാണുമ്പോൾ കുട്ടികൾ അങ്ങനെ ശ്രദ്ധിച്ചെടുക്കുക, ആ രീതിയിൽ ശ്രദ്ധിച്ചാണ് CS റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ജൂനിയർ ഡെവലപ്പേഴ്സിൻ്റെ ആവശ്യം കുറഞ്ഞു. ഒരു വശത്ത് ഹയർ ചെയ്യുമ്പോൾ മറുവശത്ത് ഫയറിംഗ് ആണ് നടക്കുന്നത്. അത് എത്ര വലിയ കമ്പനിയാണെങ്കിലും അവർ ആളുകളെ എണ്ണം കുറയ്ക്കുന്നത് കമ്പനി നഷ്ടമായിട്ടൊന്നുമല്ല. AI അപ്ലൈ ചെയ്യാനും AIയിലുള്ള ഇന്നോവേഷൻസിന് വേണ്ടിയിട്ടും റിസർച്ചിന് വേണ്ടിയിട്ടും ഫണ്ട് കൊടുക്കാനും വേണ്ടിയാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോഡിംഗ് പാറ്റേണിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഒക്കെ ടോളറേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന അടുത്ത ഒരു 4 വർഷത്തേന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, കോഡിംഗ് ഇഷ്ടപ്പെടുന്ന, പ്രോഗ്രാമിംഗ് താല്പര്യമുള്ള ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ ഒക്കെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് AI അതുപോലെ ഡാറ്റാ സയൻസ് ഒക്കെ സാധ്യതയുള്ള മേഖലയാണ്. പക്ഷേ AI ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ അപ്ലൈ ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഡാറ്റാ സയൻസ് ഇപ്പോൾ സിന്തറ്റിക് ഡാറ്റയുടെ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം ഡാറ്റാ സയൻസിന് ഒരു പ്രാധാന്യം ഉണ്ടാവുമെന്നും പറയാൻ പറ്റിയല്ല. അപ്പോൾ ആ ഒരു ബ്രാഞ്ചുകൾ അങ്ങനെ. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് പിന്നെ രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് അതാണ്. ഞാൻ പറയാറുള്ളത് പൊതുവേ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് CS-നേക്കാളും പ്രാധാന്യം കൊടുക്കാം എന്നുള്ളതാണ്. കാരണം ഇത് ഡബിൾ എഡ്ജാണ്. നമുക്ക് സോഫ്റ്റ്വെയറിലേക്കും ഷിഫ്റ്റ് ചെയ്യാം, ഹാർഡ്വെയറിലേക്കും. കമ്മ്യൂണിക്കേഷൻ അവിടെ അടുത്ത് കിടപ്പുണ്ട് തന്നെ. അതുകൊണ്ടൊക്കെ തന്നെ ECE ആണ് നമുക്ക് നല്ലൊരു ബ്രാഞ്ച് തന്നെയല്ല. എന്തുകൊണ്ട് വിജയശതമാനം അല്പം കുറവാണോ?
5% കുറവാണ്. അല്പം കൂടി സീരിയസ് ആയിട്ട് പഠിക്കാനുണ്ടെന്നുള്ളത് ശരിയാണ്. ശരി. CS പഠിക്കുന്നവരെക്കാളും നമുക്ക്, കാരണം ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സെക്ടർ കിടപ്പുണ്ട്, ഇലക്ട്രിക്കലിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട്. അപ്പം ഹൈ വോൾട്ടേജ് കാര്യമായിട്ടില്ലെങ്കിൽ കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പഠിക്കാനുണ്ട്. അതിലും അല്പം കൂടി ഹാർഡാന്ന് വേണേൽ പറയാൻ ട്രിപ്പിളിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചും കൂടി ജോലി സാധ്യത കൂടുതലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? നമുക്ക് ഇപ്പം ഡാറ്റാ സെൻറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ എനർജി നമുക്കറിയാം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ആണ്, ഇതാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എനർജി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ EVകളുടെ ഒരു കടന്നുകയറ്റം നല്ല രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രിപ്പിളിയും ECയും മെക്കാനിക്കലും പറയാം, കാരണം റോബോട്ടിക് സെക്ടർ അതിനകത്താണ് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം തന്നെ EC നമ്മൾ കഴിഞ്ഞ ജോസ് അലോട്ട്മെൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചാലും കാലിക്കറ്റിൽ കാലിക്കറ്റ് NITയിൽ EC കഴിഞ്ഞ വർഷത്തേലും ഉയർന്ന കട്ട് ഓഫാണ് ഈ വർഷം വന്നിരിക്കുന്നത്. വലിയൊരു മാറ്റം ഉടൻ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് പറയാൻ പറ്റുന്നത്. ഒരു മാത്തമാറ്റിക്സിനെ അല്പമെങ്കിലും ഭയക്കുന്ന ഒരാൾക്ക് ഈ എഞ്ചിനീയറിംഗ് മേഖല വലിയൊരു പ്രതിബന്ധമാണോ? എഞ്ചിനീയറിംഗ് മാത്സ്, കാൽക്കുലസും ലീനിയർ ഓൾജിബ്രയും പെർമ്യൂട്ടേഷന്, അതുപോലെ മാട്രിക്സസ്, ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് എല്ലാ സെമസ്റ്ററുകളിലും തന്നെ ഒരുവിധം മാത്തമാറ്റിക്സ് മാത്സ് ഉണ്ട്. മാത്സിൻ്റെ 6 മൊഡ്യൂൾ ഉണ്ടാവും. അപ്പോൾ അത് മാത്സ് ബുദ്ധിമുട്ടുള്ള ആൾ സ്കില്ല് നല്ലപോലെ സ്കില്ലുള്ള ആളാണെങ്കിൽ അയാൾ പോളിടെക്നിക്ക് പോലെയുള്ള മേഖലകളിലേക്ക് പോയി പിന്നീട് ലാറ്ററൽ എൻട്രി വരെയൊക്കെ വരികയാണെങ്കിൽ ആ സ്കില്ല് വെച്ച് പിന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. മാത്സിൻ്റെ ഒരു ബാക്കപ്പ് പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നമ്മൾ പറയും ഫിസിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് എന്ന് പറഞ്ഞാലും ഇവിടെ എല്ലാം മാത്സിൻ്റെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് ഉണ്ടാവും. സാറേ, ഗവൺമെൻറ് മേഖലയിൽ 12 എഞ്ചിനീയറിംഗ് കോളേജുകൾ നമുക്ക് ഒന്നും വെച്ച് കാറ്റഗറൈസ് ചെയ്യുന്നത് ശരിയില്ല എന്നൊക്കെ, എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഓർഡർ നമുക്ക് വർഷങ്ങളായിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാപ്പാടമാണ് ഇതിൻ്റെ ഒരു ഓർഡർ. അപ്പം ഒരു കോളേജിൻ്റെ പ്രിഫറൻസ് ഓർഡർ നമുക്ക് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഗവൺമെൻറ് എയ്ഡഡിലേക്ക് വന്നാൽ ഒന്നാമത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET തന്നെയാണ്. രണ്ടാമത് തൃശ്ശൂരാണ്. പക്ഷേ നമ്മൾ KRF ഒക്കെ എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. നമുക്ക് പല ഫാക്ടേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. എങ്കിലും KRF ഒരു മാനദണ്ഡമായിട്ട് എടുക്കാം. KRF NB അക്രഡിറ്റേഷൻ ഒരു 8-10 വർഷം എങ്കിലും ആയ ഒരു ബ്രാഞ്ച് ചേരുന്നതാണ് എപ്പോഴും നല്ലത്. അവിടെ ഫാക്കൽറ്റീസും അതുമായിട്ടൊക്കെ തറവായി അങ്ങനെയുള്ള ബ്രാഞ്ചുകളാണ് എപ്പോഴും നല്ലത്. പിന്നെ നാക്കരി അക്രഡിറ്റേഷൻ എല്ലാവർക്കും ഉണ്ട്. NBAയുടെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ CET തന്നെയാണ് അത് ഏത് ബ്രാഞ്ചാണെങ്കിലും. ഇപ്പം രണ്ടാമത് നമുക്ക് തൃശ്ശൂർ കൊടുക്കാം, ഗവൺമെൻറ് GEC തൃശ്ശൂർ കൊടുക്കാം. TKM മൂന്നാമത് കൊടുക്കാം. പിന്നെ നമുക്ക് മോഡൽ ഉണ്ട്, എറണാകുളം മോഡലുണ്ട്. എറണാകുളം മോഡൽ പ്ലേസ്മെൻറ്റ് വൈസ് നല്ലൊരു കോളേജായിട്ടാണ്, കാരണം അലുമിനീസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കോതമംഗലം MSc കോതമംഗലമുണ്ട്. പിന്നെ ബാട്ടൺ തിരുവനന്തപുരം ഗവൺമെൻറ് അവിടെ ഉണ്ട്. CS ഇല്ല എന്നേ ഉള്ളൂ. ITM EC പോലെയുള്ള ബ്രാഞ്ചുകളുണ്ട്. പിന്നെ നമ്മുടെ കോട്ടയം രാജീവ് ഗാന്ധി കോട്ടയം നല്ലൊരു കോളേജാണ്. NSS പാലക്കാടുണ്ട്. പിന്നെ പാലക്കാട് തന്നെ ഗവൺമെൻറ് പാലക്കാട് ശ്രീകൃഷ്ണപുരം നല്ല കോളേജാണ്. കണ്ണൂർ ഗവൺമെൻറ് കോളേജ്. പിന്നെ കോഴിക്കോട്. ഇത്രയാണ് നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ എടുത്ത് പറയാം എന്നുള്ള കോളേജ്. പിന്നെ 2-3 കോളേജും കൂടെ നമുക്ക് ഉണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാം. നമുക്കിപ്പം ഒരു 1100 റാങ്കുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അയാൾക്ക് CS ആണ് നോക്കുന്നതെങ്കിൽ CET തൃശ്ശൂർ TKM എന്ന് കൊടുക്കുന്നതിനപ്പുറത്ത് CET തന്നെ CS, EC, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അതിൻ്റെ ഒരു CS, EC പോലുള്ള ബ്രാഞ്ച് വിട്ട് ഇലക്ട്രിക്കലും മെക്കാനിക്കലും CET എന്നുള്ള ആ ഒരു ബ്രാൻഡിനെ നോക്കി ചൂസ് ചെയ്യേണ്ടതുണ്ടോ, അതോ അയാൾ CS, EC നോക്കി തൃശ്ശൂർ TKM എന്ന് പറഞ്ഞ് മാറിപ്പോകേണ്ടതുണ്ടോ? ഒരു സോഫ്റ്റ്വെയർ പ്ലേസ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ CS നോക്കി മാറിപ്പോകാം. CETയുടെ ആ ഒരു അട്രാക്ഷൻ അവിടെ നിർത്താം. ഇനി അതല്ല, സബ്ജക്റ്റിൽ ഇപ്പോൾ ഗേറ്റ് എഴുതി IIT MTech ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലേക്ക് IIMകളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡൊമൈൻ നോളജ്, ഇപ്പോൾ ഒരു മെക്കാനിക്കൽ, ചില കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്. ഫസ്റ്റ് ഇയർ മെക്കാനിക്സ് ആയിരിക്കും, ഒരു പക്ഷേ ഫിസിക്സിൽ അവർ എൻജോയ് ചെയ്ത് പഠിച്ചതൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്ജക്റ്റ് തന്നെ പഠിക്കുക, നന്നായിട്ടത് പഠിക്കാം. അപ്പോൾ അവിടെ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകളെ ഇനി മുന്നോട്ട് ആവശ്യം വരും. അപ്പോൾ അവർക്കൊരിക്കൽ അവരുടെ ഈ മെക്കാനിക്കലൊക്കെ പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ആദ്യം കിട്ടുന്നത് ഒരു പാക്കേജ് കുറവായിരിക്കും. പിന്നെ ഓരോ 2 വർഷം പിന്നെ വരുമ്പോൾ പാക്കേജ് വലിയതായിട്ട് കൂടുകയാണ്. അതേസമയം CS കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റഡിയാണ്. അതുപോലെ സാച്ചുറേഷൻ ഉണ്ട്, 40 എന്ന് പറയുന്ന പ്രായം അങ്ങോട്ട് നിൽക്കുകയാണ്. മറ്റേത് നമുക്ക് എപ്പോഴും ഒരു കരിയർ ഗ്രോത്തിന് ഏറ്റവും നല്ലത് നമുക്ക് എത്താനായിട്ട്. അതെ.
അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് ചെയ്താൽ മതിയാവും. ഓക്കെ ഓക്കെ. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഒരു നമ്മൾ ഘട്ടത്തിലോട്ട് കിടക്കുമ്പോഴാണ്, അതായത് ജൂലൈ 4-ാം തീയതി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. അവിടെ നമ്മൾ ഈ ചോയ്സുകൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ 2000 റാങ്കുകളായിരിക്കാം, 10,000 ആയിരിക്കാം, 11,000 ആയിരിക്കും, 20,000 ആയിരിക്കും. അപ്പോൾ സാറ് നമ്മുടെ NITയുടെ ജോസ സീറ്റ് ലൊക്കേഷൻ വളരെ വ്യക്തമായിട്ട് ആ 3 ക്ലസ്റ്ററുകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെയും ഓപ്ഷൻ രജിസ്ട്രേഷനിൽ വിദ്യാർത്ഥികൾ കാണിക്കേണ്ട ഒരു പക്വത അതെന്താണ്? സാർ ഇത് പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ ഒരു പേരൻ്റ് എന്നോട് ചോദിച്ചു വെച്ചിരിക്കുകയാണ്, റാങ്ക് വെച്ചിട്ട് എനിക്ക് കോട്ടയം RITയിലാണ് കിട്ടുന്നത്, അതല്ലേ ഞാൻ ഒന്നാമത് വെക്കേണ്ടത്, വേറെ എങ്ങും കിട്ടുകയില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ഒരു തെറ്റിദ്ധാരണയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് അറിയില്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ECക്കൊക്കെ അല്പം ഡിമാൻഡ് കൂടി വരാം. ഇപ്പോൾ CS ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം CS കിട്ടാത്തൊരു കോളേജ് ചിലപ്പോൾ ആ കുട്ടിക്ക് CS ഈ വർഷം കിട്ടിയെന്നിരിക്കാം. അതുകൊണ്ട് നമുക്ക് 3 സെറ്റ് ഓപ്ഷൻസ് നമുക്കുണ്ടാവണം. ആദ്യത്തേത്, നമ്മളിപ്പോൾ എല്ലാവരും എന്തായാലും ലാസ്റ്റ് റാങ്ക് ഒക്കെ പരിശോധിക്കും, എല്ലാവർക്കും അറിയാം. ആ ലാസ്റ്റ് റാങ്ക് ഒക്കെ നോക്കുമ്പോൾ ഒത്തിരി സഹായിക്കുന്നു. അതെ, ലാസ്റ്റ് റാങ്ക് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നു. ഇപ്പം 1000 റാങ്ക് ആണെങ്കിൽ നമുക്കറിയാം CETയിൽ CS കിട്ടില്ല, ECയും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ നമ്മുടെ ഈ CETയിൽ CS ആണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ചോയ്സിൽ ഫസ്റ്റ് CETയിലെ CS ആയിരിക്കും. റാങ്ക് 1000 ആയതുകൊണ്ടാണ്. 10,000 ആണെങ്കിൽ നമ്മൾ അത്രയും കയറ്റി വെക്കണമെന്നില്ല. അപ്പം 5000 വരെയുള്ള, അതെ, 2000 അത്രയും വെക്കുക. നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ കോളേജും ഒരു കോഴ്സും കൂടെ ചേർന്ന് നമ്മളൊരു ഓപ്ഷൻ വരുന്നു. അപ്പോൾ CETയിലെ CS ഒന്നാമത് വെക്കുക. ഇനി ഈ CS അല്ല EC കിട്ടിയാലും ഞാൻ സംതൃപ്തനായിരുന്നു CET തന്നെ ആയതുകൊണ്ട്, അപ്പോൾ അത് രണ്ടാമത് വെക്കുക. ഇനിയുള്ള CETയിൽ എനിക്ക് താല്പര്യമില്ല, പകരം CSO ECO വേറെ എവിടെയെങ്കിലും കിട്ടുകയാണ്, അന്നേരം മാത്രമേ നമ്മൾ മാറിപ്പോകണം. നമ്മുടെ പ്രിയോറിറ്റി ഏതാണോ, നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഏതാണോ. അപ്പോൾ നമ്മൾ ഒരുപാട് അകലമാണെങ്കിൽ, നേരത്തെ പറഞ്ഞാൽ 10,000 ഉള്ള ആൾ CS കൊണ്ട് CET വെക്കണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് കുറേ ഓപ്ഷൻസ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഒക്കെ വെച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എങ്കിലും അംബീഷ്യസ് എന്ന് പറയാം, അങ്ങനെയുള്ള ഒരു സെറ്റ് ഓപ്ഷൻസ് നമുക്ക് ഏറ്റവും മുകളിലുണ്ടായിരിക്കും. അതിന് താഴെ നമുക്ക് സാധ്യത ഉള്ളത്, അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രിയോറിറ്റിയിൽ ഏറ്റവും ആദ്യം വരും, അത് വേണം അടുത്ത സെറ്റിൽ ഏറ്റവും മുകളിൽ വരാൻ. പിന്നെ ആ ഒരു സെറ്റ് നമ്മൾ അതുപോലെ റാഷണലായിട്ട് വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. ഏറ്റവും താഴെ നമ്മൾ കൊടുക്കേണ്ടത് മൂന്നാമതൊരു സെറ്റ് കൂടെ വേണം. നമുക്ക് കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക് വെച്ച് നമുക്ക് കിട്ടുന്നതിലും താഴെയുള്ളത്. നമ്മളേതായാലും കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വെച്ച് എനിക്ക് ഇപ്പോൾ പാലക്കാട് NSSC കിട്ടുമായിരുന്നു. പക്ഷേ ഈ വർഷം ചിലപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കൂടുതൽ കുട്ടികൾ അപ്ലൈ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയില്ലെന്നിരിക്കും. അപ്പോൾ എന്നാലും തൊട്ട് താഴെയുള്ള കണ്ണൂർ ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണപുരം അങ്ങനെ ഏതെങ്കിലും ഒരു കോളേജിൽ, അല്ലെങ്കിൽ SCT പാപ്പനംകോടോ അങ്ങനെ ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കുറച്ച് ഓപ്ഷൻസ്. അപ്പം അംബീഷ്യസ് ഫസ്റ്റ് സെറ്റ്, സെക്കൻഡ് റാഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എന്നൊക്കെ നമുക്ക് പറയാം, മൂന്നാമത്തേത് സേഫ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻ. അപ്പോൾ ഈ 3 സെറ്റ് ഓപ്ഷൻസ് നിർബന്ധമായി എല്ലാവരും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. കാരണം എല്ലാവരും ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട്, ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് കിട്ടിയില്ല, എനിക്ക് കാര്യമായി നല്ല റാങ്ക് ഉണ്ടായിരുന്നു, 5500 റാങ്ക് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അലോട്ട്മെൻറ്റിൽ പേര് വന്നില്ല, എന്നെക്കാളും കുറവുള്ളവർക്കൊക്കെ വേറെ കുറേ സീറ്റുകൾ കിട്ടി, ഞാനിനി എന്ത് ചെയ്യും? അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന 5500 റാങ്ക് എങ്കിൽ ഒരു 2000 തൊട്ടുള്ള എങ്കിലും നമ്മൾ പരിഗണിച്ചിട്ട് അവിടെ നമുക്ക് താല്പര്യമുള്ളതിനെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കൊടുക്കുക. കഴിഞ്ഞ തവണത്തെ 3000 മുതൽ കഴിഞ്ഞ തവണത്തെ 7000 വരെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള രണ്ടാമത്തെ ആ ഘട്ടത്തിൽ അത്രയും ഒരു റേഞ്ചെങ്കിലും നോക്കുക. മൂന്നാമത്തെ സെക്ഷൻ വരുമ്പോഴേക്കും ആ 5000 മുതൽ 10,000, 12,000, 15,000 വരെ ഉള്ളതിൽ ഏറ്റവും ലീസ്റ്റ്. കാരണം അവിടെ എപ്പോഴും നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ മുതലാണ് പരിഗണിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങളെ ജനറലായിട്ട് തരാൻ പറ്റുമെന്ന് നോക്കും, അവിടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ തരാൻ പറ്റുമെന്ന് നോക്കും, എന്നിട്ട് രണ്ടാമത്തെ ജനറലായിട്ട് നോക്കുകയുള്ളൂ. അങ്ങനെ നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുള്ള ഏറ്റവും ആദ്യത്തെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതല്ലാതെ നമ്മൾ മോശം ഏറ്റവുമായിട്ട് 12,000 ഉള്ളൊരു ഓപ്ഷൻ ഇദ്ദേഹം വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് 5000 റാങ്കുള്ള ഒരാൾക്ക് ഒരിക്കലും 12,000 കൊണ്ട് കൊടുക്കില്ല. ഒന്നാമത്തത് തന്നെയാണ് നോക്കി തുടങ്ങുന്നത്. അതുകൊണ്ട് ഏറ്റവും ആഗ്രഹമുള്ളതും പ്രിഫറൻസ് ആയിട്ടുള്ളൊരു ഓർഡർ തന്നെ ആയിരിക്കണം. അതിന് നമ്പർ ഇത്ര എണ്ണേ കൊടുക്കാവൂ എന്നുള്ളല്ല, നിങ്ങൾക്ക് അർഹതയുള്ള
ഓപ്ഷൻസാണ് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗവൺമെൻറ് മേഖല എന്നും സ്വകാര്യ മേഖല എന്നും അതുപോലെ അർദ്ധ സർക്കാർ മേഖല എന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു വലിയ പക്വത കാണിച്ചുകൊണ്ട് നമ്മുടെ ഓപ്ഷനെ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ അർദ്ധ സർക്കാർ കോളേജിലോട്ട് വന്നു കഴിഞ്ഞാൽ മെറിറ്റ് സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. അത് രണ്ടും ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. അതെന്താണ് അവിടെ ഫീസിൻ്റെ ഒരു അല്പം വ്യത്യാസമുണ്ട്. ഒരു മെറിറ്റിൻ്റെ ഏകദേശം ഇരട്ടി വരും. എങ്കിൽ പോലും നമ്മുടെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ അത്രയും എത്തുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിനകത്ത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ നമ്മൾ മോഡൽ ചെങ്ങന്നൂർ പോലെയുള്ളതൊക്കെ നമുക്ക് അതുപോലെ നമ്മുടെ പെൺകുട്ടികൾക്കായിട്ടുള്ള കോളേജ്, KSRTC ഇവിടെ എല്ലാം ഉണ്ട്, യൂണിവേഴ്സിറ്റിയുടെ കോളേജ് ഉണ്ട്, ആറ്റിങ്ങലിൻ്റെ കോളേജ് ഉണ്ട്. ഇതെല്ലാം തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ നമുക്ക് മാനേജ്മെന്റ് കുട്ടികൾ എടുക്കുന്നുണ്ട്. കാരണം വലിയൊരു റാങ്ക് ഡിഫറൻസ് കാണുന്നില്ല. പ്രത്യേക മോഡലോട്ടോ ഒട്ടുമില്ല. കാരണം ചെറിയൊരു വ്യത്യാസമുള്ളൂ. 35,000 രൂപ മെറിറ്റ് സീറ്റിനാണെങ്കിൽ മറ്റേ 60,000. അത് രണ്ട് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആ എമൗണ്ട് ഒരു അഫോർഡബിൾ ആണെങ്കിൽ അത് രണ്ടും അടുത്തടുത്ത് വെക്കാൻ തന്നെ. ഇപ്പം മോഡൽ CS വരുമ്പോൾ മോഡൽ CS മെറിറ്റ് സീറ്റ്, തൊട്ട് താഴെ മോഡലിൻ്റെ CS തന്നെ മാനേജ്മെൻറ്റ് വെക്കുന്നതാണ് ഉചിതം. അല്ലാതെ മാനേജ്മെൻറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചത് താഴെ കൊണ്ട് വെക്കേണ്ട. അതേ രീതി തന്നെയുള്ള ഒരേ ക്ലാസ് തന്നെയാണ്. ഫീസ് 60,000 അല്ലെ 65,000 രൂപയാണെന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാതെ മാനേജ്മെൻറ്റ് കോട്ടയൊന്നും നല്ലത്. അതുകൊണ്ട് അർദ്ധ സർക്കാർ കോളേജുകളിൽ ഈ ഒരു എന്ന് കാണിക്കുന്ന ആ ഒരു കോളേജുകളിൽ ഇങ്ങനെ 2 തരത്തിലുള്ള സീറ്റ് എല്ലാ സ്ട്രക്ചറിലും ഉണ്ടെന്നുള്ളത് കൂടി പരിഗണിക്കണം. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ആ നടപടിക്രമങ്ങളിലൂടെ, കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അതിന് ഫീസ് അടയ്ക്കാനുണ്ട്. 10,000 ആയിരുന്നു. അപ്പോൾ അത് വരുമായിരിക്കും നാളെ. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ 10,000 രൂപ ഫീസ് അടയ്ക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ കേരളത്തിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ ഇരുന്നാൽ മതി. ഫീസ് അടയ്ക്കുക. പിന്നെ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി നമ്മൾ ഒന്നുകൂടെ ഓപ്ഷൻസ് കൺഫേം ചെയ്യണം. ഈ സമയത്ത് നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാനുള്ള അവസരം കൂടി പൊതുവെ തരാറുണ്ട്. ഈ വർഷം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. നമുക്ക് ഈ റീസ്ട്രക്ചർ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ ബാക്കി അതിൻ്റെ താഴെയുള്ള എത്ര ഓപ്ഷൻ ഉണ്ടോ അത് മുഴുവൻ കട്ടായി. ഈ 8ന് മുകളിലുള്ള 7 ഓപ്ഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരവസരമുണ്ട്. റീഅറേഞ്ച് യാതൊരു നിർബന്ധമില്ല. വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 8ാമത്തെ നമുക്ക് കൺഫേം ആണ്. അത് നമ്മൾ ഫീസ് അടച്ചില്ലെങ്കിൽ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. ഫീസ് അടച്ചാൽ അത് നിലനിൽക്കും. നമ്മൾ ഓപ്ഷൻ കൺഫേം ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും 2ാമത്തെ അലോട്ട്മെൻറ്റിലാണ് നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യണം. ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ നേരത്തെ കൊടുത്ത ജനുവരിയിൽ അപ്ലൈ ചെയ്തതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് TC ഒക്കെ ആയിട്ട് നമ്മൾ കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യുന്നു. അവിടുന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ബാക്കി ഫീസും അടയ്ക്കുന്നു. പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് സ്പോട്ട് വരെ ഉണ്ട്. അതിലേക്ക് നമുക്ക് വീണ്ടും ഓപ്ഷനുണ്ട്. ആ സമയത്തിന് പതുക്കെ മെഡിക്കലും ബിഫാമിൽ കൂടെ ഉണ്ടാവുമായിരിക്കും. അതിനിടയ്ക്ക് ആർക്കിടെക്ചർ വരും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തായിരിക്കും വരുന്നത്. നമുക്ക് ഏതാണോ വേണ്ടത് അത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗിലെ ശ്രദ്ധിക്കുക. ആർക്കിടെക്ചർ ഉദ്ദേശിക്കുന്ന ആൾ എഞ്ചിനീയറിംഗ് കയറ്റി ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. നമുക്കത് 2-3 കാര്യങ്ങൾ ഇപ്പോൾ സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, നമ്മൾ 40 ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിക്കുക. അതിനകത്ത് നമുക്ക് 8ാമത്തെ ഓപ്ഷൻ കിട്ടി. ഇതിലെനിക്ക് താല്പര്യമില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനാവില്ല. കാരണം നമ്മൾ വെച്ച ഓപ്ഷൻസാണ്. അതുകൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു കോളേജ് അലോട്ടഡ് ആണെങ്കിൽ അവർ പറയുന്ന 3-4 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പേയ്മെൻറ്റ് അടച്ചിരിക്കണം. എന്നാൽ മാത്രമേ അലോട്ട്മെൻറ്റ് നമ്മൾ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തെ 3 ഘട്ടത്തിൽ നിന്ന് നമ്മൾ ഔട്ടാവും. അപ്പം ഓപ്ഷൻ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻ്റ് അടച്ച് ആ സീറ്റ് ഉറപ്പിക്കണം. അതിൻ്റെ താഴോട്ടുള്ളതെല്ലാം പോയി മുകളിലോട്ട് വരുന്ന അലോട്ട്മെൻറ്റുകളിലെല്ലാം നമ്മളെ പരിഗണിക്കുകയും ചെയ്യും. അടുത്ത ഘട്ടമാണ് ഏറ്റവും പ്രധാനം. അതായത് ഓപ്ഷൻ കൺഫർമേഷൻ. നമ്മളെ 2ാം ഘട്ടത്തിൽ പരിഗണിക്കണമെങ്കിൽ ആ 2ാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് 2ാം ഘട്ടത്തിനൊരു ഷെഡ്യൂൾ വരുമല്ലോ. ആ ഷെഡ്യൂളിൻ്റെ ആദ്യത്തെ ഒരു 3-4 ദിവസം എന്ന് പറയുന്ന ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറയും. അതായത് നമുക്ക് 8ാമത്തേത് കിട്ടി, നമ്മൾ ഫീസ് അടച്ചു, അത് ഉറപ്പായി. 1 മുതൽ 7 വരെയുള്ള ഓപ്ഷൻസ് നമ്മളെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ ഒന്നും കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറയും.
നമ്മൾ ലോഗിൻ ചെയ്തിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ പറഞ്ഞാൽ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ 1 മുതൽ 7 വരെയുള്ള നമുക്ക് കിട്ടിയതിനേക്കാളും മുകളിലുള്ളതിനെല്ലാം നമ്മളെ പരിഗണിക്കും. ഈ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താൻ പലപ്പോഴും പലരും ശ്രമിക്കാറില്ല, അല്ല മറന്നു പോകാറുണ്ട്, അല്ല അറിവില്ലായ്മയുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും ഒക്കെ നമ്മളെ പരിഗണിക്കണമെങ്കിൽ. ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയതിനേക്കാളും മുകളിലുള്ള ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്ന ഓപ്ഷൻസിനെയാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഹയർ ഓപ്ഷൻസിനെ അതിൻ്റെ പ്രയോറിറ്റി മാറ്റി കൊടുക്കണമെങ്കിലോ കുറച്ചെണ്ണം ഡിലീറ്റ് ചെയ്യണമെങ്കിലോ എല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് അവസരമുണ്ട്. ഇപ്പോൾ നമുക്ക് 8ാമത്തെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, എനിക്കിത് മതി, ഇനി നമുക്ക് വേറൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമില്ല. അല്ലെ രണ്ടാമത്തെ റൗണ്ടിൽ കയറിയിട്ട് ഈ 1 മുതൽ 7 വരെയുള്ള ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. അപ്പം നമുക്ക് മറ്റേ ജോസ സീറ്റ് ലൊക്കേഷനിൽ സ്ലൈഡ്, ഫ്ലോട്ട്, ഫ്രീസ് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഓപ്ഷൻ കൺഫർമേഷൻ എന്നുള്ളതാണുള്ളത്. സീറ്റ് കിട്ടിയിട്ടുണ്ട്, അതിന് മുകളിലുള്ളതെല്ലാം ലൈവ് ആക്കണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ. അത് തന്നെ മതി എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസിനെ എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാം. അതൊക്കെ ആ വരുന്ന ഘട്ടങ്ങളിൽ വ്യക്തമായിട്ട് പറയാനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മൊബൈൽ അലേർട്ടായിട്ട് വരും. നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് ഓരോ സമയങ്ങളിൽ എൻട്രൻസ് കമ്മീഷൻ പബ്ലിഷ്, അത് വ്യക്തമായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകാൻ. ആദ്യത്തെ ഘട്ടത്തിൽ ഫീസ് അടയ്ക്കാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ ഘട്ടത്തിൽ അവർ നിശ്ചിത സമയത്ത് കോളേജിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ചേരാൻ പറയും. മൂന്നാമത്തെ ഘട്ടത്തിൽ വേറൊരു കോളേജാണ് കിട്ടിയതെങ്കിൽ ആദ്യത്തെ കോളേജിൽ നിന്ന് ഇതെല്ലാം മേടിച്ച് വേണം പുതിയ കോളേജിൽ ചേരാനായിട്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിനിടയിൽ എപ്പോഴെങ്കിലും ആർക്കിടെക്ചറിൻ്റെ ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ബി.ഫാമിൻ്റെ ഓപ്ഷൻ വരും, അല്ലെങ്കിൽ മെഡിക്കലിൻ്റെ ഓപ്ഷൻ പുതിയതായിട്ട് വരും. അതിനെ നമ്മളുടെ ഈ ഓപ്ഷനിൽ എവിടെ കൊടുക്കണം? മെഡിക്കലിനാണോ പ്രാധാന്യം, അതോ ആർക്കിടെക്ചറാണോ, അതോ എൻജിനീയറിങ്ങിനാണോ പ്രാധാന്യം? കാരണം ഈ 4 പ്രോഗ്രാമുകൾക്കും ഒരേ ഓപ്ഷൻ രജിസ്ട്രേഷനാണ് അവസാന ഘട്ടത്തിലോട്ടൊക്കെ വരുമ്പോൾ വരിക. അപ്പം അതിലേതിനാണ് പ്രാധാന്യം എന്നുള്ളതൊക്കെ ആ നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് പറയും. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ രജിസ്ട്രേഷൻ ഫീസ് 2000 രൂപ അല്ലേ? ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. കാരണം അനാവശ്യമായിട്ട് കുട്ടികൾ ഓപ്ഷൻ കൊടുക്കുന്ന ഒഴിവാക്കാനായിട്ടാണ് 2000 രൂപ വെച്ചിരിക്കുന്നത്. പിന്നെ പ്രത്യേകം അവർ നോട്ടിഫിക്കേഷനിൽ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു കാരണവശാലും ഞാൻ പോകില്ല, എനിക്ക് പഠിക്കേണ്ട ഇതിന് പോകുന്നില്ല എന്ന് പറയുന്ന കോളേജോ പോകുന്നില്ല എന്ന് പറയുന്ന കോഴ്സോ ഒരു കാരണവശാലും വെക്കരുത്. കാരണം അലോട്ടഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് വേണ്ട എന്ന് പറയാനൊരു അവസരം ഇല്ല. അതുകൊണ്ട് പോകാവുന്ന കോളേജും കോഴ്സും മാത്രമേ നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടാകും. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയില്ല എന്ന് കരുതി പേടിക്കൊന്നും വേണ്ട. അത് തന്നെ, സെക്കൻഡിലോ തേർഡിലോ ഒക്കെ ആയിരിക്കും ചിലപ്പം കിട്ടുന്നത്. അതും പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ 40 ഓപ്ഷൻ കൊടുത്തു, ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയില്ല, പേടിക്കൊന്നും വേണ്ട. രണ്ടാമത്തെ റൗണ്ടിൽ വീണ്ടും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയാൽ ഈ 40 ഓപ്ഷൻ വീണ്ടും പരിഗണിക്കും. രണ്ടാമത്തേലും കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തേലും നമുക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താം. പക്ഷേ ഈ ഓരോ അലോട്ട്മെൻറ്റിലും നമ്മളെ ഉൾപ്പെടുത്താൻ തക്കത്തക്ക രീതിയിൽ ആദ്യം തന്നെ ഓപ്ഷനുകൾ മാക്സിമം ഓപ്ഷൻ ആദ്യം കൊടുക്കുന്നത് തന്നെയാണ് ഉചിതം. കാരണം ഓരോ വർഷവും വരുന്ന മാറ്റങ്ങൾ നമുക്ക് നേരത്തെ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അല്ലെ? മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. സാർ, ഇത്രയധികം സാറിൻ്റെ ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ളൊരു കാലഘട്ടത്തിൽ കേരള എഞ്ചിനീയറിങ്ങിന് അല്ലെങ്കിൽ കീം 2026 കിട്ടുന്നതിന് പ്രാധാന്യക്കുറവെന്നുള്ളത് എപ്പോഴെങ്കിലും സാറിന് അങ്ങനെ ഒരു ഇതുണ്ടോ? കാരണം സാധ്യതകൾ എല്ലാ മേഖലയിലും തന്നെ ഇല്ലേ? നമ്മൾ എൻജിനീയറിങ് ആണ് ഏറ്റവും നല്ല ഒരു മേഖലയെന്ന് നമുക്ക് പറയാവുന്നത്. കാരണം നമ്മൾ ഏറ്റവും ഉയർന്ന മേഖലയായിട്ട് നമ്മൾ പറയുന്നത് സിവിൽ സർവീസാണ്. ഇന്ത്യൻ സിവിൽ സർവീസിൽ 64% എൻജിനീയേഴ്സാണ്. അവരുടെ ഒരു പ്ലാനായിട്ട് സിവിൽ സർവീസ് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് സെക്ടറിൽ നോക്കിയാലും എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജോബിലേക്കുള്ള എൻട്രൻസ് എക്സാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ്ങും ഒക്കെ നിർബന്ധമായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാറ്റേണിലുള്ള ആ ഒരു സ്ട്രക്ചറിലുള്ള അക്കാഡമിക്സാണ് എൻജിനീയറിംഗിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതിനോട് ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും ആ ഒരു കിട്ടുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള ഒരു എക്സാമിനേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കരിയർ ഷിഫ്റ്റിങ്ങിന് ഏറ്റവും നല്ല ഒരു മേഖലയാണ്. അതിപ്പോൾ ഏത് സെക്ടറിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മെഡിക്കൽ പോലെയല്ല. മെഡിക്കലിൽ നിന്ന് മെഡിക്കലാണ് കുട്ടികൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നോക്കാം, ആ ഒരു ഫീൽഡിൽ തന്നെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു 20% കാണുള്ളൂ. ബാക്കി എല്ലാവരും മറ്റു പല മേഖലകളിലേക്കും തിരിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പം എഞ്ചിനീയേഴ്സ് ബാങ്കിങ് സെക്ടറിലുണ്ട്, അല്ലെങ്കിൽ KSRTCയിലുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആ പോകാനുള്ളൊരു അവസരം ഉള്ളതുകൊണ്ട് കൂടിയാണ്. ഓൺട്രപ്രണേഴ്സ് കൂടുതലും
എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളാണ്. ഇവർക്കൊരു ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളിലോട്ട് ഇപ്പോൾ ഗേറ്റ് ജാമ അപ്പോൾ എന്തൊക്കെ ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? ഒന്നാമത്തെ ഗേറ്റ് തന്നെയാണ്. കാരണം ഗേറ്റ് കൊണ്ട് നമ്മുടെ നവരത്ന മഹാരത്ന കമ്പനികളിൽ ഗേറ്റിൻ്റെ സ്കോർ ബേസിലാണ് അവിടെ ജോലി വരുന്നത്. ശരി ശരി. ടോപ്പ് സ്കോറേഴ്സിനെ എടുക്കും. പിന്നെ IIT-കളിലേക്കൊക്കെ അഡ്മിഷൻ വരുന്നു ഗേറ്റാണ്. അപ്പം ഗേറ്റ് നമ്പർ 1. പിന്നെ നമുക്ക് കോർ ബ്രാഞ്ചുകളാണെങ്കിൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് UPSC-യുടെ നമ്മുടെ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എഞ്ചിനീയേഴ്സിൻ്റെ സിവിൽ സർവീസ് IES, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ നല്ല സാധ്യതകളുണ്ട്. പിന്നെ ഏറ്റവും വലിയ സാധ്യത റെയിൽവേ നല്ലൊരു സെക്ടറാണ്. പിന്നെ ഡിഫൻസിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുന്നോട്ടത് ഉണ്ടാവും. ഇപ്പോൾ ഡ്രോണുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ആൻറ്റി ഡ്രോൺസും അതുപോലെ തന്നെ സിഗ്നലിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ മിസൈൽ ടെക്നോളജിയിലൊക്കെ ഒരുപാട് ഇപ്പം DIIT പൂനെ DIIT-യിലൊക്കെ ഒരുപാട് MTech ബ്രാഞ്ചുകളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മേഖലകളിലൊക്കെ വലിയ സാധ്യതകളുണ്ട് ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ. പിന്നെ അബ്രോഡ് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് കുട്ടികൾ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് റോബോട്ടിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലെ കുട്ടികൾ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ മാനേജ്മെൻറ്റ് സെക്ടർ ശ്രദ്ധിച്ചാൽ IIM-കളിലൊക്കെ ഏറ്റവും അധികം ഉള്ളത് എഞ്ചിനീയേഴ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും തീർച്ചയായിട്ടും ഹയർ സ്റ്റഡീസ് നല്ല സാധ്യത ഉണ്ട്. ഓക്കെ. ഇതിൽ ഒരു സിലബസ് അനുസരിച്ചുള്ളൊരു പഠനം, അതായത് സപ്ലിമെൻ്റ് ഒന്നും വരാതെ നമുക്ക് ആദ്യം മുതൽ തന്നെ അത് പ്ലേസ്മെൻറ്റിന് വലിയൊരു കാര്യമാണ്. സപ്ലി ഉള്ളവരെ ഒഴിവാക്കിയാണ് പല പ്ലേസ്മെൻറ്റുകളും വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ പല പരീക്ഷകൾ നമ്മൾ IAS പറഞ്ഞ പോലെ തന്നെ നമുക്ക് എയർ ട്രാഫിക് കൺട്രോളിൻ്റെ എക്സാം ആ ഒരു മേഖലയിലേക്ക് വരാം. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം, അഫ്കാറ്റ് എക്സാം ഉണ്ട്. പിന്നെ നേരിട്ട് BTech കഴിഞ്ഞ് നേരിട്ട് റിസർച്ചിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. പിന്നെ UPSC-യുടെ ഏത് പരീക്ഷയും നമുക്ക് എഴുതാം. പിന്നെ സാർ നേരത്തെ പറഞ്ഞ ബാങ്കിങ് സെക്ടറിലും താല്പര്യമുള്ളവർക്ക് അങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും കീം 2026 നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിടുന്നത് വലിയൊരു സാധ്യതകളാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് ജോബി സാർ നമ്മളോട് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്കാണ്. നാളെ ജൂൺ 30 മുതൽ ജൂലൈ 4-ാം തീയതി വരെയാണ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷൻ ഫീസായിട്ടുള്ള 2000 അടച്ച്, അത് ചിലപ്പോൾ കാറ്റഗറിക്കൊക്കെ അനുസരിച്ച് ചില വ്യത്യാസങ്ങളുണ്ടാവും, അങ്ങനെ 2000 റുപ്പീസ് അടച്ചിട്ട് നമുക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്കിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കുക. അവിടെ നമുക്ക് പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് ചോയ്സ് ഫില്ല് ചെയ്യാനും സേവ് ചെയ്യുക. ആ ചോയ്സ് ഫില്ല് ചെയ്ത് സേവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. പലപ്പോഴും അവിടെയും ഞാൻ കൊടുക്കാത്ത ഓപ്ഷൻസാണ്, അല്ലെങ്കിൽ എൻ്റെ ഓപ്ഷൻ സേവ് ആയിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ആ ഓപ്ഷൻസ് അവിടെ നമുക്ക് കാണാം. നമ്മൾ ഓപ്ഷൻ സേവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് അപ്ഡേറ്റ് ചെയ്യാമെന്നോ ഇമെയിൽ ചെയ്യാമെന്നോ സബ്മിറ്റ് ചെയ്യാമെന്നോ ഒന്നുമില്ല, ലോക്ക് ചെയ്യാമെന്നോ ഒന്നും കേരളയ്ക്കില്ല. നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് എത്രത്തോളം ഓപ്ഷൻ കൊടുക്കുന്നോ അത് ഈ ആദ്യത്തെ ദിവസം കൊടുക്കണമെന്നൊന്നുമില്ല. 30-ാം തീയതി മുതൽ 4-ാം തീയതി വരെ ഉണ്ടെങ്കിൽ 4-ാം തീയതി 5 മണി വരെയും നമുക്ക് 5-ാം തീയതി 5 മണി വരെ ആണെങ്കിൽ ആ അവസാന ദിവസം വരെ ഇതിനകത്ത് എപ്പോൾ വേണമെങ്കിലും കയറിയിട്ട് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനായിട്ടോ വീണ്ടും ഓപ്ഷൻ കൊടുക്കാനായിട്ടോ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കാനൊക്കെ 30-ാം തീയതി മുതൽ 4-ാം തീയതി വരെ അവസരവുമുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് മാക്സിമം ഓപ്ഷൻ കൊടുക്കുക, സേവ് ചെയ്യുക, അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. കാരണം അതാണ് നമ്മളെ തെളിവ്, നമ്മൾ ഓപ്ഷൻസ് സേവ് ചെയ്തു എന്നുള്ളതിന്. അപ്പോൾ കീം 2026-ൻ്റെ ഈ സാധ്യതകളെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചില സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ കോളേജ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ കോഴ്സ് വൈസ് ഒക്കെ ആണെങ്കിലും ചില സംശയങ്ങൾ തോന്നിയേക്കാം. ഏത് കോളേജിന് പ്രിഫറൻസ് കൊടുക്കണം, ഏത് കോഴ്സുകൾക്കാണെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ലൈവ് സെഷനുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രില്യൻ്റ് JE ചാനലിൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് സെഷനുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജോബി സാറുണ്ട്. അപ്പം ആ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും മറുപടി നൽകാനായിട്ട് ഞങ്ങളുണ്ടാവും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.